to Piaget. It has been a long time after I've seen you guys. So this is Janice. Hi. Rachel. Hi. And Priscilla. So we're going to a beautiful place that we're gonna show you later. ഞങ്ങള് കുറെ മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നതാണ്. കുറെ തിരക്കും എന്താ പറയാ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇവിടെ UK വന്ന എല്ലാവർക്കും തിരക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ ആ തിരക്കൊക്കെ ഒഴിഞ്ഞ് ഇന്നൊരു ദിവസം എല്ലാവരുമായിട്ടൊരു ഓഫൊക്കെ പ്ലാൻ ചെയ്ത് പിള്ളേർക്ക് മിഡ് ടേം വെക്കേഷനും തുടങ്ങി. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഒരു യാത്രയിലാണ്. ലാസ്റ്റ് യാത്ര ചിലപ്പോൾ നിങ്ങൾ കണ്ടത് ലണ്ടൻ യാത്ര ആയിരിക്കും ഞങ്ങളെ. അത് കഴിഞ്ഞ പിന്നെ ഒരു നല്ലൊരു വലിയ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല, തിരക്ക് കാരണം വരാൻ പറ്റിയില്ല. ഇന്ന് അങ്ങനെ വീണ്ടും ഒരു ചെറിയൊരു 1 day ട്രിപ്പിന് പോവാം. അപ്പോൾ ഇന്ന് ഞങ്ങൾ സെലക്ട് ചെയ്തേക്കുന്നത് വെയിൽസിൽ തന്നെ ഒരു സ്ഥലമാണ്. വെയിൽസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളവർക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും, നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലമാണ് വെയിൽസ്. പ്രകൃതി ഭംഗി നല്ലോണം ഉണ്ട്. കുറേ മൗണ്ടൻസും വാലീസും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് വെയിൽസ്. അപ്പോൾ വെയിൽസ് തന്നെ ഇപ്രാവശ്യം പിടിക്കാന്ന് വെച്ചു. കഴിഞ്ഞത് ഇംഗ്ലണ്ടായിരുന്നു, അത് ലണ്ടനിൽ പോയി. മെയിൻ അട്രാക്ഷൻ ഓഫ് UK, മെയിൻ സിറ്റി ഓഫ് UK ലണ്ടൻ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ പോണത് വെയിൽസിലൊരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാനാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള സ്ഥലത്തിൻ്റെ കാര്യങ്ങളും ആ സ്ഥലത്തിൻ്റെ പേരും ഒക്കെ ഞങ്ങൾ വരുന്ന വഴിക്ക് പറയാം. അതുവരെ നിങ്ങൾ ഈ ഭംഗിയൊക്കെ കാണും, ഇവിടുത്തെ വഴികളും ഞങ്ങളുടെ പോവാനുള്ള സ്ഥലത്തിൻ്റെ ഒരു വ്യൂ. ഇപ്പൊ യാത്രയിലാണ്. ഞങ്ങൾക്ക് ഇനിയുണ്ട് കുറെ, 1 മണിക്കൂർ. അപ്പൊ ഇതാണ് വെയിൽസിന്റെ ഭംഗി. കണ്ട വാലീസ് ആണ് ഇത്, 2 സൈഡ് മൗണ്ടൻസ്. ചെമ്മരിയാടുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇവിടെ അപ്പൊ ഇതാണ് വെയിൽസിന്റെ ഭംഗി. 2 സൈഡ് മൗണ്ടൻസും ഫുള്ള് പ്രകൃതി ഭംഗി എന്ന് പറഞ്ഞാൽ അടിപൊളി ഭംഗിയാണ്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് തോന്നുന്നത്, നമ്മുടെ ഈ മൈക്രോസോഫ്റ്റിന്റെ വാൾപേപ്പറിലൊക്കെ ഇല്ല പോലത്തെ സ്ഥലങ്ങൾ. നമ്മൾ പണ്ട് മൈക്രോസോഫ്റ്റിന്റെ വാൾപേപ്പേഴ്സിലൊക്കെ കണ്ട പോലത്തെ ഒരു സ്ഥലങ്ങളാണ്. ഫുള്ള് മരങ്ങളും ഈ ഗ്രാസ് ലാൻഡും പടപ്പുകളാണ്, എന്താ പറയാ അതിനെ മലയാളത്തിൽ, ഉൾപ്പാടങ്ങളാണ്. അങ്ങനത്തെ സ്ഥലങ്ങൾ നല്ല ഭംഗിയാണ്. ഇതെല്ലാം ഈ ചെമ്മരിയാടുകൾ ഇങ്ങനെ മേഞ്ഞ് നടക്കാം. ചില സമയത്ത് വഴി കൂടെ മാനൊക്കെ ഉണ്ടാവും കേട്ടോ, മാനും മുയല്. അതാണ് ഇത് ഇവിടുത്തെ വൈൽഡ് എന്ന് പറഞ്ഞ ഫെസൻസ്. ഇപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഗ്രാസ് ഫീൽഡ്സ് ആയതുകൊണ്ട് ഇവിടെ അധികം ചെമ്മരിയാടുകളെ. നേരെ ഇതൊക്കെ ക്രിസ്മസ് ട്രീസ്. അവരിങ്ങനെ ട്രീ വലുതായി കഴിയുമ്പോ ഇങ്ങനെ കൊണ്ടുവന്ന് വൈൽഡില് അത് നട്ട് വലുതാക്കും. അങ്ങനെയല്ലേ ലിജു ഇത്? അതെ അതെ. ശരിക്കും കാണാൻ നല്ല ഭംഗിയാ. അത് അങ്ങനെ തന്നെ വീഡിയോയിൽ കിട്ടുമെന്ന് അറിയില്ല. ഇതാണ് ഞങ്ങളുടെ ഫസ്റ്റ് സ്റ്റോപ്പ്. എല്ലാവരും കൂടി പോണ വഴിക്ക് ഫസ്റ്റ് സ്റ്റോപ്പാണ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് വട്ടയപ്പം ഉണ്ടാക്കിക്കൊണ്ടുവന്നു. വട്ടയപ്പം ലോകത്തിൽ ഇതുവരെ ഉണ്ടാക്കിയതിനേക്കാളും ഏറ്റവും നല്ല വട്ടയപ്പമാണിത്. ലോകത്തിലെ ഏറ്റവും നല്ല വട്ടയപ്പം. ഇഡ്ഡലി പോലെ ഇരിക്കെങ്കിൽ ഇത് വട്ടയപ്പമാണ്. നല്ലതല്ല. ഈ ഡോറാരോ ഇവിടെ തുറന്നു. ഞങ്ങളെല്ലാവരും കൂടിയാണ്
പോണത്. ഏറ്റവും നല്ല വട്ടയപ്പല്ലേ ലോകത്തിൽ ഇതുവരെ നീ കഴിച്ചാല്? ഇതുവരെ നീ കഴിച്ചാല് ഏറ്റവും നല്ല വട്ടയപ്പല്ലേ? അതാ ലേറ്റായേ, അതാ ലേറ്റായേ. എങ്ങനെയുണ്ട് വട്ടയപ്പം? വട്ടയപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാരണം എനിക്ക് മധുരം ഇഷ്ടമല്ല. ഞാൻ വിചാരിച്ചേ കറി വേണം എന്നുള്ളൊരു കറി കൂട്ടി കഴിക്കട്ടെ. കറി ഇല്ലടാ. ജസ്ന ഉറങ്ങിയാ? ഞങ്ങൾ നിന്ന സ്ഥലം ഇതാണ്. നിന്ന സ്ഥലം ആ കാണുന്നതാണ്. ആ ചെമ്മരിയാടുകൾ ഇങ്ങനെ മേഞ്ഞ് നടക്കുന്നുണ്ട്. അതെ, അടിപൊളി സ്ഥലമല്ലേ ഇവിടെ. ഇവിടെ മൊത്തം വെയിൽസ് മൊത്തം ഇങ്ങനത്തെ നല്ല മലകളും അങ്ങനത്തെ ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പം ഓൾമോസ്റ്റ് ഹാഫ് വേ ആയി നമ്മുടെ സ്ഥലത്തിലെത്താനുള്ളത്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനത്തെ വഴികളും നല്ല നല്ല വ്യൂസും കണ്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഓൾമോസ്റ്റ് ഇവിടെയൊക്കെ ഫാമിംഗ് ആണ്. ഫാമിംഗ് എന്ന് പറഞ്ഞാൽ കാറ്റൽ ഫാമിംഗ് ആണ് മെയിൻ. ഈ ഷീപ്സ് ആണ് എല്ലാം ഉള്ളത്. ഷീപ്സ് നിങ്ങൾക്ക് ഗ്രീൻ 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 ഇങ്ങനെ മൗണ്ടൻസിൻ്റെ ഇടയിൽ ഈ ഗ്രാസ് ലാൻഡ് പോലെ കാണുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ ഒരു വൈറ്റ് ഡോട്ടായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതൊക്കെ ഷീപ്സ് ആണ്. ഇവിടെ അധികം കാറ്റൽ ഫാമിംഗ് ആണ് അധികം ഉള്ളത്. എന്താ പറയുക, ഷീപ്സ് ഒത്തിരി ഉണ്ട്. മെയിനായിട്ട് ഷീപ്സിൻ്റെ ഫാമിംഗ് അവിടെ നടക്കുന്നത്. പിന്നെ പശുക്കളുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ പാലും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി ഫ്രഷ് സാധനങ്ങളൊക്കെ കിട്ടും. അപ്പം ഞങ്ങൾ ഒരു വില്ലേജിൽ കടന്നു. ചെറിയൊരു വില്ലേജാണ്. ഒരു വില്ലേജ് റോഡിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ പോണ സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു പ്രകൃതി ഭംഗിയുള്ള സ്ഥലവും അങ്ങനെ തന്നെ ഒരു 100 വർഷങ്ങൾക്ക് മുമ്പിലെ ഒരു എഞ്ചിനീയറിംഗ് വിസ്മയം കൂടി കാണാൻ പോവാ. ഇവിടുത്തെ 100 വർഷങ്ങൾക്ക് മുമ്പിൽ ഒരു എഞ്ചിനീയറിംഗ് പണി, ഇവിടുത്തെ എഞ്ചിനീയേഴ്സിൻ്റെ കഴിവും കാര്യങ്ങളൊക്കെ കാണാം. അതിൻ്റെ ഒപ്പം തന്നെ നേച്ചർ, ഒരു സീനിക് വ്യൂ ഉള്ളൊരു സ്ഥലം കൂടിയാണ്. വില്ലേജിലെ വീടുകളൊക്കെ കണ്ട. വില്ലേജിൽ സ്പീഡ് 30 ആണ്, 30 miles/hour. ചെറിയൊരു വില്ലേജ് ആയിരുന്നു ജസ്റ്റ്. പിന്നെ ചിലപ്പം ഇവിടുത്തെ ഫാമേഴ്സൊക്കെ താമസിക്കുന്ന ചെറിയൊരു വില്ലേജ് ആയിരിക്കും. ഇവിടെ അധികം ഗ്രാസ് ലാൻഡ് ഒക്കെയാണ് മെയിനായിട്ട്. അടിപൊളി മരങ്ങൾ, നല്ല നേച്ചർ. ഈ സൈഡ് കണ്ട ചെറിയൊരു വാലി. നമ്മളിങ്ങനെ വാലിയുടെ അടുത്തേക്ക് അടുത്തോണ്ടിരിക്കുകയാണ് വഴിയാണ് ഈ കാണുന്നത്. ഇനിയൊരു
12 minutes ഡിസ്റ്റൻസ് കാണിക്കുന്നത്. കണ്ടോ, നമ്മള് വാലിയിലേക്ക് പോണ വഴിയാണ്. ഇവിടെ ബോർഡ് കണ്ടായിരുന്നു, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എലൻ വാലി എന്ന് എഴുതി വെച്ചിരുന്ന ബോർഡ് കണ്ടായിരുന്നു. നമ്മൾ പോണ സ്ഥലത്തിന്റെ പേര് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യാൻ പോവാണ്, എലൻ വാലി. അപ്പൊ വെയിൽസില് സൗത്ത് വെയിൽസ് ഇലാൻ വാലി, ELAN വാലി. അത് നിങ്ങൾക്ക് എങ്ങനെയാണോ പ്രൊനൗൺസ് ചെയ്യാൻ ഇഷ്ടം അങ്ങനെ പ്രൊനൗൺസ് ചെയ്തു. നമ്മൾ പോണ വഴി കൂടെ തന്നെ ഇങ്ങനെ മൗണ്ടന്റെ ഒക്കെ അടുത്ത് കൂടെയാണ് പോണേ. ഇനി അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ അതേ ഞങ്ങൾ എത്തി എലൻ വാലിയിൽ. എലൻ വാലിയുടെ ബിഗിനിങ് ഇങ്ങനെയാണേ, കണ്ട. വാവ്, ബ്യൂട്ടിഫുൾ ഗ്രീനറി മൗണ്ടൻ ആണ് എലൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എലൻ വാലി നമ്മളെത്തി. ഞങ്ങൾ പാർക്കിംഗ് തപ്പി പോവാണ്. ഇതൊരു walk around and do nothing. We just came here to walk around and see the trees. Wow. Yeah. Is it Papa? Yes, Jeru. Where did we? Why did we even come here then? To see the nature. Should we see a beautiful place? Is that Elan Valley? Elan Valley Visitor Center. അപ്പൊ നമ്മളിവിടെ വരുമ്പോ ആദ്യം ഇവിടെ കയറണം. കഫേ ഉണ്ടാവും, പക്ഷെ ഇന്ന് അടച്ചേക്കാന്ന് തോന്നുന്നു. ഇവിടുന്ന് നമ്മളൊരു പാർക്കിംഗ് ഫീസ് കൊടുക്കണം. ഇത് പിന്നെ വേറൊരു കുറെ പ്രത്യേകതയുള്ള സ്ഥലങ്ങളാണ് ഇത്. കുറെ പ്രത്യേകതകളുണ്ട് ഈ സ്ഥലത്തിന്. ഇതിന് ഭയങ്കര വലിയ കണക്ഷൻ ഉണ്ട് ഇംഗ്ലണ്ടായിട്ട്. വലിയൊരു കണക്ഷൻ ഉണ്ട്. അത് ഞാൻ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞുതരാം. നമ്മളിവിടെ ഈലാൻ വാലി വിസിറ്റർ സെന്ററിൽ ആദ്യം വന്നിട്ട് ഇവിടെ ആദ്യം നമ്മൾ കേറണം. അപ്പം ഇവിടെ തോന്നുന്നു ടിക്കറ്റ് എടുക്കണം. പാർക്കിംഗ് ഉണ്ട് ഇവിടെ. പാർക്കിംഗ് എടുക്കണം. ഞാൻ പാർക്കിംഗിന്റെ റേറ്റ്സ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് ഇപ്പൊ പറയാം. അപ്പൊ ഞങ്ങള് ഇവിടെ ബാത്റൂം. ഇതാണ് ഈലാൻ വാലി. ഫസ്റ്റ് ഈലാൻ വാലിയുടെ എല്ലാരും എടുത്തോ പാർക്കിംഗ്. ഇത് നോക്കിയിട്ട് വണ്ടി ക്രോസ് ചെയ്യണം. ഈലാൻ വാലിയുടെ പാർക്കിംഗ് ടിക്കറ്റ് ഇവിടുന്ന് നമുക്ക് എടുക്കാം. ഇവിടെ നമ്മൾ വന്നിട്ട് ടിക്കറ്റ് എടുക്കുക. ഇതാണ് ടിക്കറ്റ് എടുക്കേണ്ട സ്ഥലം. അപ്പം ഞങ്ങളിവിടെ എത്തി. ഞങ്ങൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തു. ഞങ്ങളുടെ ഫാമിലിയൊക്കെ അവിടെ ഉണ്ട്. അടിപൊളി സ്ഥലമാണ്. അപ്പം ഈലാൻ വാലിയിലാണ് ഞങ്ങൾ വന്നേക്കണേ, നേരത്തെ പറഞ്ഞ പോലെ. It's okay, bye. It's okay? Yeah, come. അപ്പം ഇതാണ് ഈലാൻ വാലിയുടെ ഫസ്റ്റ് പാർക്കിംഗ് സെന്റർ. ഇവിടുന്ന് നമുക്ക് അവിടെ പോയിട്ട് ടിക്കറ്റ് എടുക്കാം. 3 pound ഒരു വണ്ടിക്ക് പാർക്കിംഗ് ഫീ. വേറെ ഫീസൊന്നും ഇല്ല എന്നാ തോന്നുന്നത്. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. ഇതാണ് ഈലാൻ വാലിയുടെ മാപ്പ്. ഇവിടെ ആക്ച്വലി 4 ഡാം ഉണ്ട്. ഇതൊരു 19th സെഞ്ച്വറിൻ്റെ ബിഗിനിങ്ങിൽ പണിത 4 ഡാമാണ് മെയിൻലി. പിന്നെ 2 ഡാം വേറെ ഉണ്ട്. ഒരെണ്ണം ഈലാൻ റിവറിലുള്ളത് 4 ഡാം. അതാണ് മെയിൻ 4 ഡാം. അതിൻ്റെ ഫസ്റ്റ് ഡാം ഗാരക് ഡു, പിന്നെ കബാൻ കോച്ച്, പിന്നെ ഒരെണ്ണം പെൻവൈ ഗാരക്, പിന്നെ ലാസ്റ്റ് ഏറ്റവും മേലത്തെ ഗ്രേഗ് ഗോച്ച്.
ഇതാണ് ഇതിൻ്റെ ഇൻഫർമേഷൻ. വായിക്കേണ്ടവർക്ക് ഇംഗ്ലീഷിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് നിങ്ങൾക്ക് പോസ് ചെയ്ത് വായിക്കാം. പിന്നെ ഇത് എല്ലായിടത്തും ഇത് വെയിൽസ് ആയതുകൊണ്ട് വെൽഷിലും എഴുതിയിട്ടുണ്ടാവും. ഇവിടെ 2 ലാംഗ്വേജ് ഉണ്ടാവും വെയിൽസിൽ. ഞങ്ങൾ നേരത്തെ ഞങ്ങളുടെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. വെൽഷ് ലാംഗ്വേജും ഇംഗ്ലീഷ് ലാംഗ്വേജും 2ഉം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു കഫേ ഉണ്ട് ചെറിയ, അവിടെ കയറാം. അവിടുന്ന് നിങ്ങൾക്ക് കോഫിയും വേറെ ഡ്രിങ്ക്സൊക്കെ വേണമെങ്കിൽ ഡ്രിങ്ക്സൊക്കെ മേടിക്കാം. അങ്ങനെ ഇവിടുന്ന് ഞങ്ങൾ പാർക്കിംഗ് ടിക്കറ്റ് ഓൾറെഡി എടുത്തു. ജോബിൻ ഞങ്ങൾ വന്നേക്കണേ 3 ഫാമിലിയാണ്. 3 അല്ല ശരിക്കും പറഞ്ഞാൽ. ഞങ്ങളും എൻ്റെ കസിൻ അലോഷ് ജിഷ്മി, പിന്നെ അലോഷിൻ്റെ സിസ്റ്റർ. ഇവിടെ നിന്നാണ് കേട്ടോ ടിക്കറ്റ് എടുക്കുന്നത്. നമുക്ക് 3 പൗണ്ട് 1 ഡേ ടിക്കറ്റ്. ഇതാണ് ഇവിടുത്തെ കഫേ, ലാൻഡ് വാലി സെനിറ്ററി. അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായി, പണിത വർക്കേഴ്സിൻ്റെ ഓർമ്മയ്ക്കായി. പിന്നല്ല ഇതാണ് നമ്മുടെ ഇക്കു. നോക്ക് ബ്രെഡ് കഴിക്കാം. ബ്രെഡ് എന്താ ഇക്കു? അത് എന്താടി എന്താ പറ? അവർക്കൊക്കെ കഴിഞ്ഞില്ലേ നീ? ലൈവൊന്നുമല്ല. അപ്പോൾ ഞങ്ങൾ വന്നത്, ഞങ്ങളും എൻ്റെ കസിൻ അലോഷിൻ്റെ ഫാമിലി, അലോഷിൻ്റെ ഫാദർ ആൻഡ് മദർ, പിന്നെ ഇവിടെ അവൻ്റെ സിസ്റ്ററും ഫാമിലിയും അവരുടെ മക്കളും എല്ലാവരും കൂടി ഞങ്ങൾ 3 വണ്ടിയിലായിട്ടാണ് വന്നേക്കണേ ഇന്ന്. അപ്പോൾ ആ കാണുന്നതാണെന്ന് തോന്നുന്നു ഫസ്റ്റ് ഡാം. ഇവിടെ 4 ഡാമുണ്ട്. ആ ഡാം കാണാനാണ് വന്നേക്കണേ. ബേസിക്കലി ഇവിടെ ആൾക്കാർ ട്രെക്കിങ്ങിനൊക്കെ വരും. ഇങ്ങനെ ട്രെക്ക് ചെയ്ത് 4 ഡാം ടോപ്പ് വരെ എത്തുന്ന ആൾക്കാരുണ്ട്. സൈക്ലിംഗ് ചെയ്യാൻ മെയിൻലി ആൾക്കാർ വരും. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ജസ്റ്റ് വലിയ മിഡ് വെയിൽസിൽ ഇലാൻ വാലിന്ന് സെർച്ച് ചെയ്താൽ വരാം. അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം. ഇവിടെ പാർക്ക് ചെയ്ത് വണ്ടി ഫസ്റ്റ് ഞങ്ങളിപ്പം ഫസ്റ്റ് ഡാം കാണാനുള്ള പ്ലാനിങ്ങാണ്. അതിന് മുമ്പ് ഇവിടെ എല്ലാവരും കഫേയിലൊക്കെ കയറി ടോയ്ലറ്റിൽ പോകേണ്ടവരൊക്കെ പോയി റെഡിയായി നമ്മൾ ഞങ്ങളുടെ യാത്ര തുടരുക. ഇവിടെ ഇപ്പം ഈ പണിത് കഴിഞ്ഞിട്ട് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊഡ്യൂസ് ചെയ്ത് ഈ ഡാമിൽ. ഇത് ഡാമിൻ്റെ ബേസാണ്. ഡാമിൻ്റെ ബേസ് അല്ല, അവിടെ നിന്ന് വരുന്ന വെള്ളം കാണാം. ലിജി ചേട്ടനോട് എലൻ വാലിയുടെ ഹിസ്റ്ററി എന്താണ്, ഈ ഡാമുകൾ അതൊക്കെ ഞാൻ ചോദിക്കട്ടെ, ജസ്റ്റ് ഒന്ന് അറിയാൻ. ലിജി ചേട്ടാ, ലിജി ചേട്ടാ, എലൻ വാലി കാണാൻ വന്നെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് കറക്റ്റ് ആയിട്ട് അറിയില്ല. ഡാം എത്ര ഡാം ഉണ്ട് ഇവിടെ? 4 ഡാമുണ്ട്. ടോട്ടൽ 6 ഡാമുണ്ട്. അതിൽ ഒരു ഡാമിന്റെ പണി തീർന്നിട്ടില്ല. ഓക്കെ. ആ 2 ഡാം വേറെ റിവർ, ആ റിവറിന്റെ പേര് ഞാൻ പറഞ്ഞു. ഈലാൻ റിവറിലാണ് 4 ഡാം ഉള്ളത്. അത് മെയിൻ ഡാംസ് അതിലുള്ളത്. ആ 4 ഡാമില് ഒരെണ്ണാണ് ഇത്. അത് നമ്മൾ പോകുമ്പോ ഓരോത്തിന്റെ പേര് നോക്കിയിട്ട് പറയാം. പിന്നെ ഈ ഡാം പണിതത് 19th സെഞ്ചുറിയുടെ ബിഗിനിങ്ങിലാണ്. ഡാം പണിതത് ബ്രിമിംഗ്ഹാം കോർപ്പറേഷൻകാരാണ് ഈ ഡാം പണിതത്. ബ്രിമിംഗ്ഹാം കോർപ്പറേഷൻ. ബ്രിമിംഗ്ഹാം ഇൻഡസ്ട്രിയലായിട്ട് വളർന്ന സമയത്ത് അറൌണ്ട് 1800s ലാസ്റ്റ് ആ സമയത്താണ് ഈ ഡാം പണിയാനുള്ള പ്രപ്പോസൽ കൊണ്ടുവന്നത്. അപ്പൊ ഡാം പണിയാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ അവിടെ ഇൻഡസ്ട്രീസ് ഉണ്ടായിരുന്നു. അവിടെ ഇൻഡസ്ട്രീസ് വളർന്നുകൊണ്ടിരുന്നപ്പോ അവർക്ക് കുടിവെള്ളത്തിന്റെ ബുദ്ധിമുട്ട്. ഇപ്പൊ അത് ഓപ്പൺ ചെയ്ത് വെക്കാം.
ഓക്കെ. കുടിവെള്ളത്തിന്റെ പ്രശ്നം വന്നു. അവിടെയുള്ള വെള്ളമൊക്കെ മാലിന്യമായിട്ട് അവിടെ ആൾക്കാർക്ക് ഇങ്ങനെ എന്താ പറയാ അസുഖങ്ങളൊക്കെ വരാൻ തുടങ്ങി. അപ്പൊ അവർക്ക് ഫ്രഷ് വാട്ടറിന്റെ ഒരു സോഴ്സ് വേണമായിരുന്നു. അപ്പൊ അവരിങ്ങനെ അന്വേഷിച്ച് പിടിച്ചിട്ടാണ് ഈ സ്ഥലം കണ്ടുപിടിച്ചത്. ഇത് ഇംഗ്ലണ്ടിലല്ല, വെയിൽസിലാ. അപ്പൊ വേറൊരു കൺട്രിയിൽ നിന്ന് ഇവർക്ക് ഫ്രഷ് വാട്ടർ, അപ്പൊ ഇവിടുത്തെ എൻവയോൺമെന്റും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോ നല്ല ഭംഗിയല്ല, മീൻസ് പൊല്യൂഷൻ ഒന്നും ഇല്ലാത്ത ഫ്രഷ് വാട്ടർ ഉണ്ട്. അപ്പൊ ഇവിടുന്ന് ഡാം പണിയും. പിന്നെ ഇവിടെ ഡാം പണിയാനുള്ള വേറൊരു കാരണം എന്താന്ന് വെച്ചാൽ അവർക്ക് മോട്ടറൈസ്ഡ് അല്ലെങ്കിൽ ജനറേറ്റർ ഇല്ലാതെ വെള്ളം വേണമായിരുന്നു. അപ്പൊ ജനറേറ്റർ ഇല്ലാതെ വെള്ളം വേണപ്പോ അവർക്ക് ഒരു ബ്രിമ്മിംഗ് ഡാമിനേക്കാളും ഉയരമുള്ള സ്ഥലം വേണം. അപ്പം ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ വെള്ളം അവിടെ എത്തും. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ വെള്ളം അവിടെ എത്തിക്കാനായിരുന്നു മെയിൻ കാരണം. അത് ഭയങ്കര ഐഡിയ അല്ലേ, സെലക്ട് ചെയ്യാൻ. അതെ. അപ്പൊ ഇവിടുന്ന് വെള്ളം അവര് ഡാമിന് ത്രൂ എടുത്ത അറൌണ്ട് 70 മൈൽസ് ട്രാവൽ ചെയ്ത് ബ്രിമിംഗ്ഹാമിൽ എത്തും വിത്തൗട്ട് എനി ജനറേറ്റർ മോട്ടർ. അപ്പൊ അതിനാണ് ഇവിടെ ഡാം പണിതത്. ഒരു അറൌണ്ട് 24 hours കൊണ്ട് ഇവിടുത്തെ വെള്ളം ബ്രിമിംഗ്ഹാമിൽ എത്തും. ഈ റിസർവോയറിന് ബ്രിമിംഗ്ഹാമിൽ ഒരു റിസർവോയർ ഉണ്ട്, അവിടെയാണ് ഇതിന്റെ എൻഡ് പോയിന്റ്. അവിടെ എത്തി പിന്നെ അവിടുന്ന് ഫിൽട്ടറൈസ് ചെയ്ത് ബ്രിമിംഗ്ഹാമിൽ എല്ലാവർക്കും വെള്ളം കിട്ടുന്നത്, ഇംഗ്ലണ്ടിൽ വെള്ളം കിട്ടുന്നത് വെയിൽസിലെ വെള്ളമാണ്. അടിപൊളി. അങ്ങനെയാണ് ഈ ഡാമിന്റെ പുറകിലത്തെ കഥകള്. അപ്പൊ ഇനി നമ്മള് പോവാൻ പോണത് ഡാമിലേക്കാണ്. ഫസ്റ്റ് ഡാം. ഞങ്ങൾ ഈ സ്ഥലത്തുനിന്ന് ഇങ്ങനെ കേറി പോവാണ്. വലിയ തിരക്കൊന്നുമില്ല ഈ സ്ഥലത്ത്. കാം ആൻഡ് ക്വയറ്റ് സ്ഥലമാണ്. വരുന്ന വഴിക്ക് വണ്ടി പാർക്ക് ചെയ്തു. എല്ലാരും ബാക്കിൽ വരുന്നു. ഓക്കെ, then let's go to the first dam. അപ്പോൾ ഈ കാണുന്നതാണ് ഫസ്റ്റ് ഡാം ഇവിടുത്തെ. അയ്യോ, അത് ചവിട്ടു പറ്റിയതാ. അതിന് ഇഷ്ടപ്പെടില്ല ചിലപ്പോ. ഇതാണ് ഫസ്റ്റ് ഡാം, കമാൻ കോച്ച് ഫസ്റ്റ് ഡാം. ഇവിടെ ഹൈഡ്രോ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് ഇവിടുത്തെ ടർബൈൻസ് കറക്കിയിട്ട് ടർബൈൻസ് വഴി സൗണ്ട് കേൾക്കുന്നുണ്ട് എനിക്കറിയില്ല. ഇതാണ് ഫസ്റ്റ് ഡാം, കമാൻ കോച്ച്. അതായത് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന അതാണ് ടർബൈൻസ് കറക്കിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക. ഫോട്ടോഷൂട്ട് എല്ലാവരും ഭയങ്കര ഫോട്ടോഷൂട്ട്. ഇപ്പോൾ ഫുഡ് പൊറോട്ടയാണ്. പൊറോട്ടയുണ്ട്, ചിക്കൻ കറി ഉണ്ട്. ഇതൊക്കെ അലോഷിന്റെ വീട്ടിൽ നിന്ന് വന്നതാ ഫുഡ്. ഇവിടെ എല്ലാരും പ്ലേറ്റും പിടിച്ചിരിക്കുന്നുണ്ട് ഫുഡ് വരുമെന്ന് വിചാരിച്ചിട്ട്. ഇവിടെ ഫുഡ് ഒന്നും ആരുടെ വരില്ല, അവിടെ സെൽഫ് സർവീസ് ആണ്. കേട്ടാ അലോഷേ, കെട്ടിയന്മാരെന്തിനാന്ന്. അപ്പൊ അലോഷ് പറഞ്ഞു കേട്ടില്ലേ എന്തൊക്കെ ചെയ്യണം? വണ്ടി ഓടിക്കണം, എല്ലാം ഞങ്ങൾ ചെയ്യണം. എന്നിട്ട് ഫുഡും വിളമ്പി കൊടുക്കണം. അപ്പം ഞങ്ങൾ ഇവിടുന്ന് താഴെ എത്തി വിസിറ്റർ സെന്ററിൽ. അവിടെ ഒരു ഡാമിന്റെ സ്ഥലം കണ്ടില്ലേ നമ്മള്, ഒരു ഡാമിന്ന് വെള്ളം വരുന്നത്. ഇപ്പൊ നമ്മൾ ആ ഡാമിന്റെ മേളിലെത്തി. ഫസ്റ്റ് ഡാമിന്റെ മേളില് എത്താറായി. ആ കാണുന്നതാണ് ആ ഡാം.
പിള്ളേരുടെ സൗണ്ട് ഉണ്ടാവും. നല്ല അവരോട് മിണ്ടായിരിക്കാൻ പറഞ്ഞാൽ മിണ്ടായിരിക്കില്ല. അപ്പൊ രക്ഷയില്ല. അപ്പൊ ഇതാണ് ഫസ്റ്റ് ഡാമിന്റെ പ്രോപ്പർ സ്ഥലം. ഇതാണ് ഫസ്റ്റ് ഡാം. ഞങ്ങള് ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടുന്ന് പതുക്കെ ഇറങ്ങി. അപ്പം ഇതാണ് ഫസ്റ്റ് ഡാം. ഫസ്റ്റ് ഡാം ഇവിടുത്തെ ഗബാൻ കോച്ച്. നമ്മൾ ആദ്യം അതിൻ്റെ താഴത്തെ സ്ഥലമാണ് കണ്ടത്. ഇത് ഇപ്പം ബ്രിമിംഗ്ഹാം കോർപ്പറേഷൻ ആ പണിതെങ്കിലും ഇതിപ്പം വെൽഷ് വാട്ടറിൻ്റെ അണ്ടറിലാണ്. ഇതാണ് ഡാമിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയ. കണ്ടോ, ഫുള്ള് വെള്ളം. ഇത് നമ്മൾ അവിടുന്ന് താഴെ നിന്നാണ് ആ വീഡിയോ എടുത്തത്. ടർബൈൻസ് ഒക്കെ ഉള്ളത്. ഈ സ്ഥലം കണ്ടോ, ഈ സ്ഥലം ഇങ്ങനെ പാറന്ന് കോറി പണിത സ്ഥലം കണ്ടോ. ഈ സ്ഥലത്തു നിന്നാണ് ഈ ഡാം പണിയാനുള്ള കല്ലുകൾ എടുത്തത്. അതുകൊണ്ടാണ് ഇവിടെ ഒരു ഇങ്ങനത്തെ ഒരു ഗ്യാപ്പ്. അതിപ്പോ പാർക്കിങ്ങിന്റെ സ്ഥലമായിട്ട് മാറി. ഇത് കോറിയാ. ഈ കല്ലുകളാണ് എടുത്തത് ഈ ഡാം പണിയാൻ വേണ്ടിയിട്ടേ. ഇവിടുത്തെ കല്ലുകൾ തന്നെ ഇവിടുന്ന് വാലി അന്ന് 100 years ബാക്ക് ഒത്തിരി ദൂരെ നിന്ന് കല്ലുകളൊക്കെ എടുത്തു വരാൻ ഒത്തിരി ബുദ്ധിമുട്ടല്ലേ. അപ്പൊ ഇവിടുത്തെ റോക്സ് തന്നെ എടുത്തിട്ട് ഇവിടുത്തെ ഈ ഡാംസ് പണിതേക്കണേ മെയിൻ. അടിപൊളി സ്പോട്ടില് ഞങ്ങള് വണ്ടി നിർത്തി. ഇതാണ് ഞങ്ങളുടെ സെക്കൻഡ് ഡാമുള്ളത്. ആ കാണുന്നതാണ് ഇവിടുത്തെ അക്വഡക്റ്റ്. ഈ അക്വഡക്റ്റ് വഴിയാണ് ബ്രിമിംഗ്ഹാമിലേക്ക് വെള്ളം പോകുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കിയിടത്തോളം മനസ്സിലായത്. പഴയൊരു പള്ളി. ഈ ഡാം പണിയുന്ന സമയത്ത് തന്നെ ഇവിടെ ഒരു വില്ലേജും ഇവർ പണിതായിരുന്നു. അതിൻ്റെ പേരാണ് ഇലാൻ വില്ലേജ് ഉണ്ടായിരുന്നു. ആ ഈലാൻ വില്ലേജ് പണിതത് ഇവിടെ ആ സമയത്ത് പണിയെടുക്കുന്ന ആൾക്കാർക്കൊക്കെ താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വില്ലേജായിരുന്നു. പഴയ ഒരു പള്ളി. 100 കൊല്ലത്തിന് പഴക്കമുണ്ടാവും. അപ്പം ഞങ്ങളിപ്പം 4ാമത്തെ ഡാം ഗ്രേഗ് ഗോച്ചിലെത്തി. ഇതാണ് ഇവിടുത്തെ 4ാമത്തെ ഡാം. 3ാമത്തെ ഡാമിൻ്റെ അവിടെ നിർത്തിയില്ല, അത് തിരിച്ചു പോകുമ്പോൾ നിർത്താം. ഇത് വെള്ളം ഇല്ലാത്തതുകൊണ്ട് വെള്ളച്ചാട്ടം കാണാൻ പറ്റിയില്ല. ഇവിടുന്ന് നല്ല വെള്ളച്ചാട്ടം കാണാം. അതെ, നല്ലോണം ഉണ്ട്. കുറെ സ്ഥലമുണ്ട്. 45,000 ഏക്കർ സ്ഥലമുണ്ട്. അതെ, അപ്പോൾ ഇത് എഴുതിക്കണം 2015 ഈലാൻ വാലി പ്രൈവറ്റ്ലി ഓൺഡ് ഫസ്റ്റ് പബ്ലിക് ആക്സസിബിൾ പാർക്കാണ് ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ പാർക്ക് സ്റ്റേറ്റസ് ലഭിച്ചത്. അതിൻ്റെതായ ഫോട്ടോസാണ്. നമ്മുടെ സ്റ്റാർസിനൊക്കെ ഫോട്ടോഗ്രാഫി എടുത്ത ആൾക്കാരുണ്ട് ഇവിടെ. കണ്ട, നമ്മുടെ സ്കൈ മാപ്പ് ഓട്ടം 1050. അപ്പോൾ ഈ ഒരു
സ്ഥലത്തുനിന്ന് ഈ ഒരു സ്പോട്ടിൽ നിന്ന് എടുത്ത ഫോട്ടോസാണ് ഈ കാണുന്നത്. നൈറ്റ് ഫോട്ടോസാണ്. അപ്പോൾ ഇന്റർനാഷണലി ഡാർക്ക് സ്കൈ പാർക്ക് സ്റ്റേറ്റസ് ലഭിച്ച ആദ്യത്തെ പ്രൈവറ്റ്ലി ഓൺഡ് സ്ഥലമായത്. ഇവിടുന്നുള്ള വ്യൂ ക്യാമറ. ഞങ്ങള് ലാസ്റ്റ് ലൊക്കേഷൻ ഓഫ് ഈലാൻഡ് വാലി. വെള്ളം ഇല്ലാത്തോണ്ട് ഒരു രസമില്ല കാണാൻ. ഞാൻ തന്നെ തീറ്റിക്കും ബ്ലാക്ക്ബെറി എന്ന് പറഞ്ഞു. അത്യാവശ്യം വലിയ കാര്യമാണ്. ലാൻഡ് വാലി ട്രയൽ മാപ്പാണ് ലാൻഡ് വാലിയുടെ. ഇത് ഞങ്ങൾ ഈ വഴി ആ വഴി കാറിൽ വന്നത്. ഇവിടെ ഈ വഴി ട്രക്കിംഗ് ചെയ്തു വരുന്ന വഴി. ഇതൊക്കെ സൈക്ലിസ്റ്റും സൈക്ലിങ്ങും ട്രക്കിങ്ങും ഒക്കെ ഉണ്ട്. ആ കാണുന്നുണ്ട് റിവർ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ വെയിലൊക്കെ ഉണ്ടെങ്കിൽ വെയിലില്ല ദിവസം നോക്കി ഇവിടെ ഒരു ഗ്രൂപ്പൊക്കെ ആയി വന്ന് നല്ല ഫുഡൊക്കെ ആയിട്ട് വന്നിട്ട് വരികയാണെങ്കിൽ ഇങ്ങനെ കുറേ നേരം ഇവിടെ അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്യാം. കുറേ കാര്യങ്ങൾ നമുക്ക് പിള്ളേരൊക്കെ ആയിട്ട് ഒരു ഫുൾ ഡേ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങൾ ലാസ്റ്റ് സ്പോട്ട്. മീൻസ് ഫോർത്ത് എന്താ പറയുക ഡാം. ആ ഫോർത്ത് ഡാം കഴിഞ്ഞ് തേർഡ് ഡാമിൽ ഞങ്ങൾ നിർത്തിയില്ല. തേർഡ് ഡാമിൻ്റെ അവിടെ പാർക്കിംഗ് കുറച്ച് ദൂരെ ഇല്ലതുപോലെ തോന്നി. ഞങ്ങളുടെ കൂടെ കുറേ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലായിടത്തും നിൽക്കാനും അത് ടൈം സ്പെൻഡ് ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ അതുകൊണ്ട് ഞങ്ങൾ ലാസ്റ്റ് ഡാമിലേക്ക് ഇങ്ങോട്ട് പോന്നു. ആ ഡാമിൻ്റെ അവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ ആസ്വദിച്ചു. ഇതാണ് ഞങ്ങൾ ഇപ്പം അവിടെയാണ് ലാസ്റ്റ് ഡാം കാണുന്നത്. ഇതിപ്പോൾ ജസ്റ്റ് ഞങ്ങൾ പോകുന്ന മുമ്പ് ഇത് ആൾക്കാർ ട്രെക്ക് ചെയ്ത് വരുന്നതും പിന്നെ സൈക്ലിംഗ് ചെയ്യണവരൊക്കെ വരുന്നൊരു വഴി. അവിടെ ഒരു ബെഞ്ച് ഇരിക്കുന്നുണ്ട് അടിപൊളി ഒരു ലൊക്കേഷനിൽ. നമുക്ക് ആ ബെഞ്ചിൽ ഇരുന്നിട്ട് ആ ഫുള്ള് വ്യൂ അങ്ങോട്ട് ആസ്വദിക്കാം. താഴെ കൂടെ റിവർ പോകുന്നു. പിള്ളേരൊക്കെ ശ്രദ്ധിക്കണേ. പിള്ളേർ ഓടണ്ട. ഇതാണ് ആ ബെഞ്ച്. അവിടെ ഇരുന്ന് എങ്ങനത്തെ വ്യൂ കാണാതെ ഞാൻ അവിടെ ഇരുന്ന് കാണിച്ചു തരാം. നല്ല അടിപൊളി സ്പോട്ട്. ചെറുതായിട്ട് ഇവിടെ വെയിൽ വന്നു തുടങ്ങി. ഫുള്ളായിട്ടൊരു നല്ലൊരു വെയിൽ വരുന്നെങ്കിൽ അടിപൊളിയായനെ. ആ വ്യൂ കണ്ടോ? ആ ബെഞ്ചിൽ അവിടെ ഇരുന്നിട്ട് പിന്നെ ഈ വഴിയിൽ മൊത്തം ഇങ്ങനത്തെ ബെഞ്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. ഇതെന്താന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഇങ്ങനെ നടന്നു വരുന്നവരും ട്രക്ക് ചെയ്ത് വരുന്നവരും സൈക്ലിസ്റ്റൻസിനൊക്കെ ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലം. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇരുന്ന് കാണിക്കാം നിങ്ങൾക്ക്. ബെഞ്ചിൽ ഇരുന്നിട്ട് ഈ ബെഞ്ചിൻ്റെ അവിടുന്ന് ഇങ്ങനെ നോക്കണ ഒരു വ്യൂ. ആ വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. അതൊന്നും കൂടി കാണിച്ചു തരാം. അപ്പം അങ്ങനെ
ഇലാൻ വാലിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി പറ്റുമെങ്കിൽ ഇനി വീണ്ടും ഇങ്ങനത്തെ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് അവിടുത്തെ കാര്യങ്ങൾ നിങ്ങളുടെ വേണ്ടി ഞങ്ങൾ വീഡിയോ ആയിട്ട് കൊണ്ടുവരാം എന്ന് വിചാരിക്കുന്നു. ഇത്ര വലിയൊരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു വീഡിയോ എടുക്കാൻ പറ്റി. ഇനിയും കണ്ടിന്യൂസ് ആക്കാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും വിൽ ട്രൈ അവർ ബെസ്റ്റ്. അപ്പം ഇറ്റ്സ് ബൈ ഫ്രം PRJ. See you next time in next video. Bye.